നമസ്തേ. അയോധ്യയിൽ വീട് വയ്ക്കാൻ അമിതാഭ്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കാനിരിക്കെ അയോധ്യയിൽ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങി മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധയിൽ നിന്നാണ് ബച്ചൻ സ്ഥലം വാങ്ങിയത്. 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് ബച്ചൻ 14.5 കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അയോധ്യയിൽ നിന്ന് 4 മണിക്കൂർ ദൂരമുള്ള പ്രയാഗ്രാജ് ആണ് അമിതാഭ് ബച്ചന്റെ ജന്മസ്ഥലം. 51 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലോധ ഗ്രൂപ്പിന്റെ സരയൂ പദ്ധതി അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22 തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2028 മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കമ്പനി അറിയിച്ചത്. പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ കൃത്യമായ വിവരമോ സ്ഥലത്തിന്റെ വിലയെക്കുറിച്ചോ കൂടുതൽ വിവരം വെളിപ്പെടുത്താൻ കമ്പനി തയ്യാറായിട്ടില്ല. അയോധ്യയിൽ വീട് നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അമിതാഭ് ബച്ചൻ അറിയിച്ചിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം വഹിക്കുന്ന നഗരമായ അയോധ്യയിലെ സരയുവിൽ ദി ഹൗസ് ഓഫ് ലോധയുമായി യാത്ര ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അയോധ്യയിലെ ആത്മീയതയും സംസ്കാര സമ്പന്നതയും അതിർത്തികൾക്കപ്പുറം വൈകാരികമായ ബന്ധം സൃഷ്ടിക്കുന്നു. അയോധ്യയുടെ ആത്മാവിലേക്കുള്ള ഒരു ഹൃദയസ്പർശിയായ യാത്രയുടെ ആരംഭമാണിത്. ആഗോള ആത്മീയ തലസ്ഥാനത്ത് എന്റേതായി ഒരു ഭവനം പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ബച്ചൻ വ്യക്തമാക്കി. അയോധ്യ സരയുവിലെ ആദ്യ പൗരനാണ് ബച്ചൻ എന്ന് ദി ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധ ചെയർമാൻ അഭിനന്ദൻ ലോധ അറിയിച്ചു. നാഴികക്കല്ലായ നിമിഷം എന്നാണ് ബച്ചനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത്. രാമക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 15 മിനിറ്റും അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് 30 മിനിറ്റും അകലെയാണ് ബച്ചന്റെ വസ്തു സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വീട് നിർമ്മിക്കാനാണ് നടന്റെ പദ്ധതി എന്നാണ് വിവരം. രേഷ്മ ഓർ ഷേറ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹം ബോളിവുഡ് സിനിമാ ലോകത്ത് ശ്രദ്ധേയനായത്. 1997 അമിതാഭ് ബച്ചൻ കലാപ്രവർത്തനങ്ങൾക്കായി ABCL എന്ന കമ്പനി ആരംഭിച്ചെങ്കിലും അത് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയത്. നിരവധി ഫിലിം ഫെയർ അവാർഡുകൾ നേടിയിട്ടുള്ള ബിഗ് ബി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബച്ചൻ BBC-യുടെ വോട്ടെടുപ്പിൽ നൂറ്റാണ്ടിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1969 ഖ്വാജ അഹമ്മദ് അബ്ബാസ് സംവിധാനം ചെയ്ത സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തി. ഈ ചിത്രം വാണിജ്യപരമായി വിജയിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലും അവാർഡ് ചടങ്ങുകളിലും നിരവധി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം തന്റെ കരിയറിൽ നേടിയിട്ടുണ്ട്. മികച്ച നടനുള്ള 34 നോമിനേഷനുകളും മൊത്തത്തിൽ 42 നോമിനേഷനുകളും കിട്ടിയിട്ടുണ്ട്. 1984 പത്മശ്രീ, 2001 പത്മഭൂഷൺ, 2015 പത്മവിഭൂഷൺ. കലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് 2018 സിനിമാ മേഖലയിലെ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നിവ നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. സിനിമാ ലോകത്തും അതിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ജീവിതത്തിന് 2007 ഫ്രാൻസ് സർക്കാർ അദ്ദേഹത്തെ അതിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ നൽകി ആദരിച്ചു. അഭിനയത്തിനു പുറമെ പിന്നണി ഗായകൻ, ചലച്ചിത്ര നിർമ്മാതാവ്, ടെലിവിഷൻ അവതാരകൻ എന്നീ നിലകളിലും ബച്ചൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗെയിം ഷോ ഫ്രാഞ്ചൈസിയുടെ ഇന്ത്യയുടെ പതിപ്പായ കോൻ ബനേഗ ക്രോർപതി എന്ന ഗെയിം ഷോയുടെ നിരവധി സീസണുകൾ അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1984 ബച്ചൻ അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായി വിരമിച്ചു. രാജീവ് ഗാന്ധിയുടെ കുടുംബവുമായുള്ള അടുത്ത സൗഹൃദം ബച്ചനെ സജീവ രാഷ്ട്രീയത്തിൽ എത്തിക്കാൻ കാരണമായി. 1984 ഇദ്ദേഹം അലഹബാദിൽ നിന്ന് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 8ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അലഹബാദ് സീറ്റിൽ നിന്ന് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന HN ബഹുഗുണയെ പൊതു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയ മാർജിനുകളിലൊന്ന് നേടി അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഹ്രസ്വകാലമായിരുന്നു. രാഷ്ട്രീയത്തെ ഒരു ചെളിക്കുണ്ട് എന്ന് വിളിച്ച് 3 വർഷത്തിനു ശേഷം അദ്ദേഹം രാജിവെച്ചു. പിന്നീട് തന്റെ കമ്പനിയുടെ പരാജയം മൂലമുണ്ടായ പ്രതിസന്ധിയിൽ സമാജ്വാദി പാർട്ടിയെ ബച്ചൻ പിന്തുണയ്ക്കാൻ തുടങ്ങി. ജയ ബച്ചൻ സമാജ്വാദി പാർട്ടിയിൽ ചേരുകയും രാജ്യസഭയിൽ MP ആയി പാർട്ടിയെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. ഒരാളുടെ മതം അല്ലെങ്കിൽ രാഷ്ട്രീയം ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഹിന്ദുത്വം സംസാരിക്കുന്നവർ എല്ലാവരും സംഘികളും അതിനെ എതിർക്കുന്നവർ കമ്മികളും ജിഹാദികളും. ഹിന്ദുത്വവാദികൾ അഭിപ്രായങ്ങളും നിലപാടുകളും പറയുമ്പോൾ അവർ സംഘികൾ ആക്കപ്പെടുമ്പോൾ കലാകാരനായ സാംസ്കാരിക പ്രവർത്തകനായ
അമിതാഭ് ബച്ചൻ അയോധ്യയിൽ വീട് വയ്ക്കുന്നതോടെ സംഖ്യയാകുമോ? കമ്മികളും ജിഹാദികളും വളഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നതാവും ഇനി നാമൊക്കെ കാണേണ്ടി വരുന്ന കാഴ്ച.